ഒരു 10 ദിവസം മുമ്പാണ് വടകര ടൗണിൽ ഒരു ചങ്ങായി ഇങ്ങനെ ഒരു പല്ലും കൂടി തേക്കാത്ത ഒരു വികൃത ജീവിനെ വൈകുന്നേരം നമ്മൾ കണ്ടത്. പോലീസിന് എപ്പോഴും, ഞാൻ പറഞ്ഞല്ലോ, പോലീസിന് എപ്പോഴും ഒരു സംശയ ദൃഷ്ടി ഉണ്ടാവും. പോലീസ് ഇങ്ങനെ വരുന്നുമ്പോൾ നമ്മൾ വിചാരിച്ച ഒരു MDMA കാരനാണെന്ന് വിചാരിച്ചേ. അവൻ്റെ പുറകെ ഇങ്ങനെ നോക്കി ഓനെ പിടിച്ചപ്പോൾ അവനോട് ചോദിച്ചു, നീ എവിടുത്തുകാരനാന്ന് വെച്ചപ്പോൾ അവൻ പറഞ്ഞു, മലപ്പുറത്താണ് ഞാൻ ബാംഗ്ലൂരിൽ പഠിക്കുന്നു, ജോലി ചെയ്യുന്നു. എങ്ങനെ ഓർക്കാട്ടിലെത്തി എന്ന് പറഞ്ഞപ്പോൾ ഇൻസ്റ്റഗ്രാമിലൂടെ ഏറാമല പഞ്ചായത്തിൽ 9ാം ക്ലാസ്സുകാരുടെ വീട്ടിൽ വന്നവൻ. ഇന്നലെ രാത്രി 10 മണിക്ക് ആ 9ാം ക്ലാസ്സുകാരുടെ വീട്ടിൽ കയറി കൂടിയ ചങ്ങാതി ഇന്ന് രാവിലെ 4 മണിക്ക് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ആ 9ാം ക്ലാസ്സുകാരുടെ അച്ഛനും അമ്മയും അറിഞ്ഞില്ല പോലും. നമ്മളെ ഈ ഇട്ടാവട്ടത്ത് നടന്ന സംഗതി ആരെ വീടാന്നൊന്നും ഞാൻ അറിയില്ല. ഇടയ്ക്ക് നിങ്ങളെ വീട്ടിൽ തന്നെയായിരിക്കും, ഇടയ്ക്ക് എൻ്റെ അടുത്ത് തന്നെയായിരിക്കും. എൻ്റെ അടിയുണ്ട് 8ാം ക്ലാസ്സിലൊരു പെണ്ണ്. രണ്ടാമത് പിറ്റേ ദിവസം, ആ ദിവസം കഴിഞ്ഞു, ഓനെ പിടിച്ച് നമ്മൾ വേണ്ട പോലെ ചെയ്ത്. രണ്ടാമത്തെ ദിവസം നോക്കുമ്പോൾ നമ്മൾ ആറാമല വൈക്കിലിശ്ശേരി റോഡിലെ പള്ളീൻ്റെ മുമ്പിൽ ഇതേപോലത്തെ വേറൊരു അവതാരം. ഓനോട് ചോദിച്ചു, പ്രഭോ അങ്ങ് എവിടെയാണ്? പ്രഭോ പറഞ്ഞു, ഞാൻ ഇൻസ്റ്റഗ്രാമിലെ പരിചയപ്പെട്ട 10ാം ക്ലാസ്സുകാരുടെ വീട്ടിലേക്ക് വന്നതാണ്, വൈക്കിലിശ്ശേരിയാണുള്ള വീട്. എന്താ അവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഓൻ പറഞ്ഞു, ആ വീട്ടിലുള്ള ഉമ്മ എവിടെയോ പോകുന്നു പറഞ്ഞിരുന്നു, ഇതുവരെ പോയിക്കില്ല, ഉച്ചക്കേ ഞാൻ നിൽക്കുന്നു, അതുകൊണ്ട് ഞാൻ ഉമ്മ പോകാൻ വേണ്ടി കാത്തു നിന്നു, ഉമ്മയാണെ പോകുന്നുമില്ല. അപ്പോൾ പോലീസ് ആ ഫോൺ വാങ്ങിയിട്ട് അവനെ വിളിക്കുന്നത് പോലെ ആ പെണ്ണിനെ വിളിച്ചപ്പോൾ ആ പെണ്ണോട് പറഞ്ഞു, ആ പെണ്ണ് പറയാ, ജന്തു ഉമ്മ പോകുന്നുമില്ല, കുരിപ്പ് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഉറപ്പിച്ചിട്ടല്ലേ ഞാൻ എന്നോട് പറഞ്ഞത്. അപ്പോൾ പോലീസ് അവൻ്റെ ശബ്ദത്തിൽ പറഞ്ഞു, ഞാനെന്നാൽ ഇങ്ങ് പോട്ടെ, നമുക്ക് പിന്നെ കാണാമെന്ന് പറഞ്ഞപ്പോൾ ആ പെണ്ണ് പറയും, ഇനി പോയിക്കണ്ടേ പിന്നെ എന്നെ കൊല്ലും ഞാൻ, എൻ്റെ ശവാബ് ഇവിടെ കാണാം, എൻ്റെ അല്ല. അപ്പോൾ ഈ ചെക്കനെ വീട്ടിലെത്തിക്കേണ്ടത് ബാധ്യത ആർക്കാന്ന് അവൾ പറയുന്നത്? നിങ്ങൾ വിചാരിക്കുന്ന ആൺകുട്ടിയേക്കാൾ കൂടുതൽ ഭീകരി ഈ ലോകത്ത് പെൺകുട്ടിയാണ്. അവസാനം ആ പെൺകുട്ടിയോട് പറഞ്ഞു, എന്നാലും നമുക്ക് വീട്ടിലേക്ക് വരാൻ പറ്റൂലല്ലോ, ഇനി പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വാ, നമുക്ക് ഇവിടുന്ന് കാണാമെന്ന് പറഞ്ഞപ്പോൾ 5ാമത്തെ മിനിറ്റിൽ ഓട്ടോറിക്ഷയിൽ 10ാം ക്ലാസ്സിലെ കുട്ടി വൈക്കിശ്ശേരി ഓർക്കാട്ടൊരു പള്ളീൻ്റെ മുമ്പിലെത്തി. പ്രണയമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ലഹരി ഇപ്പോൾ. അപ്പോൾ കള്ളിനെക്കുറിച്ചും കഞ്ചാവിനെക്കുറിച്ചും മൊബൈൽ ഫോണിനെ കുറിച്ചിട്ടൊന്നുമല്ല ഇവിടെ ക്ലാസ് എടുക്കേണ്ടത്. മനുഷ്യത്വത്തെക്കുറിച്ചാണ് ക്ലാസ് എടുക്കേണ്ടത്, ഉത്തരവാദിത്ത ബോധത്തെക്കുറിച്ചാണ് ക്ലാസ് എടുക്കേണ്ടത്. ഒരു കുട്ടിക്ക് ഈ ഒരു മൊബൈൽ ഫോണും ഒരു കാമുകനെയും കൊടുത്താൽ ആ 2 സൈഡിലേക്കും പോകരുത്, എൻ്റെ കുടുംബമാണ്, എൻ്റെ പഠനമാണ്, എൻ്റെ വിദ്യയാണ് ഏറ്റവും വലുത് എന്ന് ബോധമില്ലാത്ത ഒരു സമൂഹത്തിൽ ആപത്തുകൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും.